ഇതേ എൻ്റെ ആഗ്രഹം കൊണ്ടുണ്ടാക്കുകയാണ്. എന്നും ഈ ദോശയും ഓട്ടടിയും ഒക്കെ തന്നെയല്ലേ, ഇന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കുക. എത്ര അടുക്കളയിൽ തിരക്കിട്ട പണി ഉണ്ടായിരുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് ഞാൻ വരുന്നൊന്ന് കാണണ്ടല്ലേ. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബ്ലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ സ്കൂളും മദ്രസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരാഗ്രഹം ചപ്പാത്തി ഉണ്ടാക്കിയാലും കേട്ടോ. കറിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചിന്തിച്ചേ, ഏതായാലും സോയാബീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറിയും വെക്കാം, ചപ്പാത്തി ആക്കാന്ന് വിചാരിച്ചിട്ടോ. ചപ്പാത്തിയോ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ കാര്യം പോക്കാട്ട കട നിന്നിട്ടുള്ള പണിയല്ലേ. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കും. കാലിൽ വെരിക്കോസ് ഉള്ള കാരണം ഞാൻ ചപ്പാത്തിയും പത്തിരി ഒന്ന് വിട്ട് നിർത്തിയേക്കാട്ടെ. അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാട്ടോ. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് വയ്യാത്ത കാരണത്താലാണ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ചോറ്. അങ്ങനെ ഇന്ന് 5:15 അടുക്കളയിലെത്തി. എൻ്റെ ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാക്ക് പണിയുള്ളതല്ലേ. അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേണമല്ലോ അത് ഉണ്ടാക്കാൻ. ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ അടുക്കളയിലോട്ട് പോന്നു. അങ്ങനെ ചപ്പാത്തിയും ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു സോയാബീൻ കറി ആയിട്ടാ. സോയാബീനും അതുപോലെ തന്നെ ഒരു തക്കാളിയും പിന്നെ വലിയ ഉള്ളിയും 2 പച്ചമുളകും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി ചിക്കൻ മസാല, അത്യാവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ ഒഴിച്ചിട്ട് തേങ്ങ ഒഴിച്ച് പാർന്നതാണ്. അങ്ങനെ നമ്മൾ ചപ്പാത്തി റെഡിയായി, പിന്നെ കറി റെഡിയായി. അത് മാത്രം ആയാൽ പോരല്ലോ, നമ്മൾ ഷിബിലിമോൾക്ക് ട്യൂഷൻ ഉള്ളതല്ലേ. അപ്പോൾ നേരത്തെ തന്നെ പോകണമല്ലോ. അപ്പം ഞാൻ ചോറിനുള്ള അരി നല്ലോണം കഴുകി വെച്ചതായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കൂളിലെ ദിവസം എങ്ങനെ കുട്ടികളെ പെട്ടെന്ന് ഭക്ഷണങ്ങളൊക്കെ ആക്കിയിട്ട് ഒരുക്കി പറഞ്ഞേക്കാന്നുള്ളൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഉപ്പേരിക്ക് വെള്ളക്കടല ഉണ്ടായിട്ടോ. മിഞ്ഞാന്ന് പൂളുണ്ടാക്കിയില്ല, അതിലൊരിത്തിരി ബാക്കിയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ കടലേനിട്ട് 2 വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കുന്ന കുറച്ച് വെള്ളം ഒരിത്തിരി ഉപ്പ് ഒഴിച്ചുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി അപ്പോഴേക്ക് ഇക്കാൻ്റെ ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പോൾ ഞാൻ ഇന്നൊരു കേബേജ് ഉപ്പേരിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ. അങ്ങനെ കേബേജൊക്കെ ഒന്ന് ആദ്യം തന്നെ കത്തിയോണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാ. പിന്നെ അത് ചോപ്പറിലിട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ 5:15 തുടങ്ങിയ പണി കേട്ടോ. എപ്പോഴും അവസാനിക്കാന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ എൻ്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞിട്ടാ. എനിക്ക് ഇക്കാക്ക് നേരത്തെ പോകണം, അതുപോലെ തന്നെ മക്കൾക്ക് സ്കൂളുണ്ട്, ഭക്ഷണം കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും നേരത്തെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഉറക്കം കുറവായിരിക്കും. ഞാൻ കടന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഉറങ്ങൂട്ടാ. പിന്നെ ഒരു 4:30 ഉണരി എന്താ എൻ്റെ അലാറം അടിക്കാത്തതെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ സമയം നോക്കുമ്പോൾ ആയിട്ടുണ്ടാവില്ല. ഞാൻ ഇന്നത്തെ വ്ളോഗിൽ പറഞ്ഞില്ലേ, അതുപോലെ ആയിരിക്കട്ടെ. അങ്ങനെ കേബേജൊക്കെ ചോപ്പറിലിട്ട് അരിഞ്ഞ് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ കടുകൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം കേബേജ് കൊണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി ഉപ്പ്, ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതും കൂടി കണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ആ ചോപ്പറിൽ കേബേജ് ഇട്ടപ്പോഴേ ഞാൻ 2 പച്ചമുളകും അതിൽ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കടന്ന് ഫ്രഷ് ആയിക്കോളല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കേബേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് വന്നപ്പോഴേക്ക് കടലയും വിസിലടിച്ചിരുന്നു. അപ്പോൾ കടലയും അതുപോലെ തന്നെ ഇത്തിരി തേങ്ങയും പിന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി അതിൽക്കൊന്ന് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേബേജ് ഉപ്പേരി ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതവിടെ മൂടി വെച്ചുകൊണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചപ്പാത്തിയോ പത്തിരി പൂരിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ തന്നെ ക്ലീൻ ആക്കലാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് എന്താ പറ്റിയെന്ന് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാക്ക് പോകണമല്ലോ. അപ്പോൾ സമയം ആയിരുന്നേനു. അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് വെള്ളം പറഞ്ഞുകൊണ്ട് പൊതിരട്ടേന്ന് വിചാരിച്ചു ഞാൻ ചപ്പാത്തി ചൂടാൻ വേണ്ടി പോയതായിരുന്നു. എല്ലായിടത്തും വേണമല്ലോ നേരം വെളുത്താൽ നമ്മളെ കയ്യെത്തുക. നമ്മൾ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ പമ്പിന് തിരിയും പോലെ തിരിയല്ലേ. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഷിബിലിക്കുട്ടൻ മദ്രസയിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് ചായ കുടിക്കുകയാണ്. അവന് ഇരിക്കുമ്പോഴേ എന്നോട് ചോദിച്ചിട്ടോ നിങ്ങൾ ഇരിക്കണില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടൈമിൽ അടുക്കളയിൽ പണിയുണ്ട്, ഇനി പോകുമ്പോഴേക്ക് ഭക്ഷണം ആവണ്ടേന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് കൊട്ടി കൊടുത്തോണ്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിട്ട് ഇറങ്ങിയിട്ടാ. നമുക്ക് പിന്നെയും കഴിക്കല്ലോ, അവർ പോയി കഴിഞ്ഞാൽ സമാധാനത്തിൽ കഴിക്കല്ലോ. അവർക്ക് ആ ടൈമിൽ സ്കൂളിലും മദ്രസയിലും എത്തണം, അതാണ് കേട്ടോ എൻ്റെ ലക്ഷ്യം. അവർ ആ ടൈമിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർക്കൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടി ഒരു കാര്യം ഓർമ്മാക്കാൻ, നമ്മൾ ഷിബിലിമോന് വന്നപ്പോൾ 7:30 ആയപ്പോഴേക്കും ചോറായി, നമ്മുടെ കേബേജ് ഉപ്പേരിയായി. പിന്നെ കറി അവന് പറഞ്ഞു സോയാബീൻ കറി തന്നെ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ അത് ചോറ്റിൽക്കായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം കറി അതാണ് ആക്കാമെന്ന് വെച്ചു. ഇവിടെ ഒരു സാധനം ഇഷ്ടമില്ലാത്ത ആരും ഇല്ല കേട്ടോ. എന്തും തന്നെ എന്ത് കിട്ടിയാലും കഴിച്ചു കേട്ടോ, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും വേറെ വേറെ ഉണ്ടാക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനത്തെ നമ്മൾ ഷിബിലിമോന് പോകും. എത്ര തിരക്കിട്ട പണി എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ അവന് പോകുന്നത് ഞാനൊന്ന് കാണട്ടെ, എനിക്കും ഇഷ്ടമാണ്. അവർ 2 പേരും പോകുന്നത് സന്തോഷത്തോടെ പോകുന്നത് എനിക്ക് കാണാൻ അതൊരു ഇഷ്ടമാണേനും. എന്നാലും തന്നെ അവർക്കൊരു ഞാൻ അടുക്കളയിൽ പണിയില്ലല്ലേ. അപ്പം ഞാൻ ആദ്യം സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിന്നുട്ടാ. അപ്പോഴാണ് എന്നെ വീണ്ടും വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അടുക്കള പണി കഴിയാൻ തന്നെ 1 മണി 2 മണിയൊക്കെ ആവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനൊന്നും ആവില്ല. നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പണി പെട്ടെന്ന് കഴിയും. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ നിൽക്കേണ്ട, അവർക്ക് ഫുഡ് കൊടുക്കണ ടൈം ആകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൽ അവരുടെ പിന്നാലെ നടന്ന് കൊടുക്കണം, പിന്നെ അവരെ ഉറക്കണം. അങ്ങനെയുള്ള വീടുകളിലൊന്നും പെട്ടെന്നൊന്നും പണി കഴിയൂല.
പിന്നെ അവരുടെ മൂഡിനനുസരിച്ച് നിൽക്കൂട്ടാ ബാക്കിയുള്ളതെല്ലാ കാര്യങ്ങളും. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാം, അവരെ സോപ്പിട്ട് മയക്കേണ്ട ഉമ്മച്ചിയുടെ കുട്ടികളെ നിൽക്കി അങ്ങനെയൊക്കെ സോപ്പിട്ട് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും. അങ്ങനെ നമ്മൾ അവരെ ഒന്ന് തലോടി അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ നിൽക്കും. നമ്മൾ എത്രത്തോളം അവർക്ക് സ്നേഹം കൊടുക്കുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനത്തെ അവന് പോയതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അതിന് ശേഷം ചിരങ്ങയാണ് കേട്ടോ നമുക്ക് കറിക്കുള്ളത് വെക്കാണ്. ചിരങ്ങയും 2 പച്ചമുളകും ഒരിത്തിരി വെള്ളം ഒഴിച്ച് ഒരിത്തിരി ഉപ്പ് ഇട്ടുണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കാനേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോൺ മതിയില്ലേ, അത് ശീലാക്കുന്നത് നമ്മൾ ഉമ്മമാർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കും, അതൊരു പതിവായി. അപ്പോൾ അത് കുട്ടികൾക്ക് ശീലായും ചെയ്തു. അതൊന്നും നമ്മുടെ കുട്ടികൾക്ക് ശീലാവില്ല. എങ്ങനെ അറിയാം, നമ്മൾ ഒരിക്കൽ അവർ ആ ടൈമിൽ ഫോൺ ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തരൂലെന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ചോദിക്കൂല, അത് ഉറപ്പാണ്. എന്താ പറയുക, അവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കൊടുക്കും, അത് പിന്നെ അവർക്ക് ശീലമായി. പിന്നെ അവർ അത് കിട്ടിയില്ലാതെ പിന്നെ നിർത്തൂല കരച്ചില്. പിന്നത്തെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ കാണുക, അത് പിന്നെ അതിൻ്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇവിടെ പിന്നെ ഫിനുമോൾക്കായാലും ഷിബിലി മോൾക്കായാലും ഞാനത് ശീലാക്കിയിട്ടില്ല. അങ്ങനത്തെ അതിൻ്റെ ഇടയിലൂടെ ഫിനുമോൾ മദ്രസ ഇട്ട് വന്നിട്ട് അവൾ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒരു മഴ പെയ്തിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ മഴ ആ സ്ട്രോങ് കുറഞ്ഞു ചെയ്തു. അപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ അവൾ വന്നപ്പോഴേ പറയുന്നത് വേഗം ആകെ നനഞ്ഞിട്ടുണ്ട് ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട്. പർദ്ദയാണെന്നുണ്ടെങ്കിൽ അതിലും നനവ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷിബിലിമോനും ഫിനുമോളൊക്കെ അതിലൂടെ നടക്കുമ്പോഴും മദ്രസ ഇട്ട് വരികയാണെങ്കിലും സ്കൂളിൽ വരുമ്പോഴാണെങ്കിലും ഭയങ്കര പേടിയിട്ട് നമ്മളെ റോഡുമേ വെള്ളം നിന്നിട്ട് നല്ലോണം ഇച്ച് കെട്ടുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ അവരോട് പറയട്ടെ അവിടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കുന്നു. പക്ഷെ ഞാനായിട്ട് മിഞ്ഞാന്നൊന്ന് വീണത്, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ അവൾ വന്ന് ചായ കുടിക്കട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞ് സോയാബീൻ കറി കണ്ടപ്പോൾ എനിക്ക് ചോറ് വേണ്ട, ചപ്പാത്തിയും പിന്നെ സോയാബീൻ കറി ആക്കിയാൽ മതി എന്ന് പറഞ്ഞ് അത് അവൾക്കാക്കി കൊടുക്കുകയാണ്. അങ്ങനത്തെ അവളെ ചായ കൂടി മുടികെട്ടലും ഒക്കെ കഴിഞ്ഞ് അവൾ സുന്ദരി കുട്ടാപ്പിയായിട്ട് ചെരങ്ങക്കറി വിസിലടിച്ചിരുന്നു കേട്ടോ. ഞാൻ ആ പണിക്ക് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവളെ കൊണ്ടാക്കി കൊടുക്കുന്നത് നടക്കൂലല്ലേ. അപ്പം ഞാൻ പിന്നെ അത് വന്നിട്ട് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ വീടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല പണികളുണ്ടാവില്ലേ, എന്നാലും ഉള്ളത് പെട്ടെന്ന് തീർത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ അതൊരു സമാധാനം വേറെയാണ് അല്ലേ. എന്നും നമ്മൾ ചായയും കടി അതുപോലെ തന്നെ ചോറും കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കും, പിന്നെ അടിച്ചോരി തുടക്കും. പിന്നെ മാസത്തിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ അല്ലെ ഒന്ന് നല്ലോണം ഒന്ന് തട്ടിക്കൊട്ടിയൊക്കെ ഒന്ന് മാറാല തട്ടിയിട്ടൊക്കെ ഒന്ന് അടിച്ചോരി. ആ പണി നമ്മൾ എന്നൊന്നും ചെയ്യൂല. എന്നാലും ചില ദിവസങ്ങളിൽ നമ്മളെ പണി നേരത്തെ കഴിയില്ല, ആ പണി തന്നെ ആയിരിക്കും നമ്മൾ പിറ്റേ ദിവസം എടുക്കുക. എന്നാലോ ചില ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമും പിടിക്കൂല. നമ്മൾ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും അടുത്ത വീട്ടിലെ താത്താനെ ആരെങ്കിലും രാവിലെ തന്നെ സംസാരിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ കഥ കഴിഞ്ഞു ചെയ്തൂലേ. അങ്ങനെ അവളെ കൊണ്ടാക്കി വന്നതിന് ശേഷം പിന്നെ ചിരങ്ങ നോക്കിയതാട്ടോ. അപ്പോൾ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ചിരങ്ങക്കറിയുമ്പോൾ നല്ലോണം ഉടയണല്ലേ. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ചിരങ്ങയിൽ തേങ്ങാപ്പാൽ ചേർക്കണമെന്നതിന് നല്ല രസം ഉണ്ടാവും കേട്ടോ. ചോറൊക്കെ ബുള്ളയെന്ന് അറിയുമ്പോഴാണ്ട് ഇറങ്ങിപ്പോവും കേട്ടോ. അങ്ങനെ ഒന്ന് തള വന്നതിന് ശേഷം ഇതിരിത്തിരി വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്തു. ഉപ്പ് നോക്കിയപ്പോൾ അത്യാവശ്യം ഉപ്പും ഉണ്ടായിരുന്നു. ശരിക്കും ചെറിയുള്ളിയിൽ മൂപ്പിച്ചെടുക്കാറാണ് ചെയ്യാറ്. ഞാൻ എൻ്റെ എളുപ്പം പണിക്ക് വേണ്ടിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതാണേ. അപ്പോഴേക്കത് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കി ഒക്കെ സെറ്റാക്കി വെച്ചുട്ടാ. എനിക്ക് എന്താണെന്ന് പറയുക, കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഞാൻ ഇനി ഇപ്പോഴാണ്ട് അടുക്കളയിൽനിന്നാണ്ട് കുളിയൊക്കെ കഴിഞ്ഞാണ്ട് കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ വരിക. അതിലിടക്ക് പിന്നെ അടുക്കളയൊക്കെ വരുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ആയിട്ടില്ലല്ലോ. അപ്പോൾ ഞാനും അടുക്കളയിൽ തന്നെ ഇരുന്നാണ്ട് കഴിച്ചു. അപ്പോൾ ഈ ടൈം ആയപ്പോഴേക്ക് ഉച്ചക്കുള്ള ചോറും അതുപോലെ തന്നെ കേബേജ് ഉപ്പേരിയും പിന്നെ ചെരങ്ങക്കറിയായി. മീൻ പിന്നെ മസാല തേച്ച് വെച്ചോ കുളി കഴിഞ്ഞിട്ട് പൊരിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫിനുമോളും ഷിബിലുമോനും പോയപ്പോൾ അടുക്കള പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ 8 മണിയായപ്പോഴേക്ക് നമ്മൾ അടുക്കള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെരങ്ങ വന്നിരുന്നു, അത് ഞാൻ ഫിനുമോൾ പോയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.